പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് സത്യം പറഞ്ഞ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നായിരുന്നു. അപ്പം ഞാൻ ഇന്ന് റോം കാണാമെന്ന് വിചാരിച്ച് ഞാനും ഇറങ്ങി. നമുക്ക് വൺ ഡേയിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് റോമിൽ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇന്ന് മെയിനായിട്ട് കാണുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് ഇപ്പം വേൾഡ് അത്ഭുതങ്ങളിൽ ഒന്നാണ് കൊളോസിയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, റോമിലുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസാണ്. അപ്പം ഞാൻ അവിടെയാണ് നിൽക്കുന്നത് ഇപ്പോഴും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം മെയിനായിട്ട് റോമിൽ നമുക്ക് നടന്ന് കാണാൻ പറ്റും. വൺ ഡേ ഒരു വാക്കബിൾ ടൂർ എന്ന് വേണമെങ്കിലും പറയാം. അതാണ് മെയിനായിട്ട് കാണാൻ പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ തൊപ്പി എനിക്ക് തിരിച്ച് കിട്ടി. ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിട്ട് എവിടെയാണെന്ന് എൻ്റെ തൊപ്പി കാണാനില്ലായിരുന്നു. പക്ഷേ തൊപ്പി തിരിച്ച് കിട്ടി. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ തൊപ്പി ഉണ്ടാവും. കാര്യം തൊപ്പിയാണല്ലോ എൻ്റെ ഒരു സൈനാണ്. എനിക്ക് കഴിഞ്ഞ രണ്ടൂന്നല്ല ഒരുപാട് വീഡിയോയിൽ തൊപ്പിയില്ലായിരുന്നു. കാര്യം ഇവിടെ നിന്ന് ഞാൻ നാട്ടിൽ പോയ സമയത്ത് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നാട്ടിൽ പോയിട്ടൊന്ന് വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ച് പിന്നെ മറന്നുപോയി. തിരിച്ച് പിന്നെ UK വന്നപ്പോഴത്തേക്കും അതും വിട്ടുപോയി. ഇപ്പോൾ എന്താ കഴിഞ്ഞ ദിവസം പെട്ടിയൊക്കെ പൊടി തട്ടി എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു സാധനം. തൊപ്പി തിരിച്ച് കിട്ടി. ഞാനും സന്തോഷമാണ്. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട്, അതാ പുള്ളി ബാക്കി നിൽക്കുന്ന പുള്ളിയാണ്. പുള്ളി ഞാനും കൂടി ഇന്ന് റോം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. കാര്യം ഞാൻ ഈ മാസത്തോടെ നാട്ടിൽ പോവുകയാണ്. ഒരു 2-3 മാസത്തെ വെക്കേഷൻ. കാര്യം ഇവിടെ ഫുള്ള് വെക്കേഷനാണ്. എൻ്റെയും വെക്കേഷന് വേണ്ടി ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇന്ന് റോം ഫുള്ളാവൊന്ന് കാണാമെന്ന് വിചാരിച്ചു. റോമിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസുകളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് പോവാം.
ഇത് ഇവിടെ വന്നാൽ കൊളോസിയത്തിൻ്റെ ഒരു ടോപ്പ് വ്യൂ കിട്ടും. ഇതിനെക്കാട്ടി നല്ലൊരു ടോപ്പ് വ്യൂ കിട്ടും മുകളിൽ കയറി, പക്ഷെ അത് ടിക്കറ്റ് കൊടുക്കണം.
ഡേയിൽ നമുക്ക് റോമിൽ കാണേണ്ട മെയിൻ സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. ആക്ച്വലി വീഡിയോ ക്വാളിറ്റിയും കുറവായിരിക്കും, സ്റ്റെബിലൈസേഷൻ ഒന്നും വീഡിയോയ്ക്ക് ഉണ്ടാകത്തില്ല. കാര്യം ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പം ചെയ്യാത്തത് തന്നെയാണ്. ക്യാമറ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ വീഡിയോസൊന്നും ഞാൻ ചെയ്യാത്തത്. സോ ഇന്ന് ഒരു ഫ്രണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനും സത്യം പറഞ്ഞാൽ ഇറങ്ങിയത്. അതായത് ചുമ്മാ കുറേ ആയാലോ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. സോ അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് റോമിൽ വരുന്നവർക്ക്, ടൂറിസ്റ്റുകളൊക്കെ ആയാലും അല്ലെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസിനായാലും വരും, ഇവിടെ ഉള്ളവരൊക്കെ ഓൾമോസ്റ്റ് ഇത് കണ്ട് മടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് റോമിൽ വരുന്നവർക്ക് ഒരു 1 ഡേയിൽ രാവിലെ ഇറങ്ങുകയാണ്. ഇപ്പം എന്താ മണി 5 ആയി. രാവിലെ ഇറങ്ങുകയാണെങ്കിൽ ഇതേപോലെ ഒരു ബോട്ടിൽ വെള്ളവും കരുതിയ നമുക്ക് മെയിനായിട്ട് കാണേണ്ട സ്പോട്ടുകളൊക്കെയാണ്. ഫസ്റ്റ് കൊളോസിയം ഒരു വേൾഡ് എന്താ പറയുക, വേൾഡ് അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് കൊളോസിയം. അപ്പോൾ അത് കാണാം, വേൾഡ് അത്ഭുതങ്ങളിൽ ഒന്ന് കൊളോസിയം. ദെൻ രണ്ടാമത് നമുക്ക് പ്യാസ വെനീസ കാണാം, അതേപോലെ ട്രെവി ഫൗണ്ടൈന്, പിന്നെ സ്പാനിഷ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ലവേഴ്സിൻ്റെ ഒരു സ്പോട്ടാണ്. അപ്പോൾ അത് കാണാം. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ റോമിൽ, അതായത് ഇറ്റലിയിൽ തന്നെ വേറൊരു രാജ്യമാണ് വത്തിക്കാനിൽ നമുക്ക് പള്ളിക്കകത്ത് ഞാൻ കയറിയില്ല. കാര്യം അകത്തുകൂടി ക്യൂ ഉണ്ട്, നല്ല ഇപ്പം ടൂറിസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് അകത്ത് കയറി നിന്ന് കണ്ടിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഡിലേ ആവും. അതുകൊണ്ട് അത് കാണാൻ നിന്നില്ല, ജസ്റ്റ് പുറത്തൊന്ന് കണ്ടു. അപ്പോൾ അതും കണ്ട് ഇപ്പോൾ ഇതിൻ്റെ കാണുന്നത് ഇതെന്താ സന്റാംഗലോ ഒരു മ്യൂസിയമാണ്. അപ്പോൾ അതും കയറി കണ്ട് നമുക്ക് ഒരു ദിവസം ഫുള്ളായി ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇനി ഇപ്പം മണി 5 ആയി. ഇവിടെ ഇപ്പം നൈറ്റ് ഇരുട്ടണമെങ്കിൽ ഒരു 9 വരെയൊക്കെ ആവും. 9:30 ശേഷമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാം. എൻ്റെ മുമ്പിൽ ഞാൻ ഇൻസ്റ്റയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഇതേപോലെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ലൈറ്റിൻ്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അങ്ങനെ ലൈറ്റ് അങ്ങനെ കാണാം. കാര്യം നമുക്ക് നൈറ്റാണ് റോം ഉണരുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണാം. പിന്നെ നൈറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലങ്ങളിലൊന്നും കയറി കാണാൻ പറ്റില്ല, അകത്ത് കയറി കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം കണ്ടതുപോലെ പുറത്ത് കണ്ടുപോകാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊളോസിയത്തിന് ഞങ്ങൾ നടന്നാണ് ഇതുവരെ വന്നത്. അപ്പോൾ നടന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കാണാനും പറ്റും. അതൊക്കെ ഞാൻ മാക്സിമം ഞാൻ കണ്ടത് കാഴ്ചകൾ മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഞാൻ പുതിയൊരു ക്യാം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിയ ശേഷം ഡെയിലി വീഡിയോസ് ഇടാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.